ഇന്ന് കർക്കിടകം 1 വാവ് ബലി. രാവിലെ തന്നെ ബലിയിടാനായി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. തലേ ദിവസം ഒരിക്കലെടുത്ത്, അതായത് ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഉപവാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീ വയത്തൂർ കാളിയാർ ശിവക്ഷേത്രം. ക്ഷേത്രത്തിൽ നിന്നും കുറച്ചങ്ങ് മാറിയാണ് പുഴ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പോയി പുഴയിൽ മുങ്ങി ഈറനോടെയാണ് ബലിയിടുന്നത്. അച്ഛനും 2 അമ്മമാരും ബലിയിട്ടു. ബലിയിട്ടതിന് ശേഷം പുഴയിൽ മുങ്ങി, ശേഷം അമ്പലത്തിൽ പോയി തൊഴുതു, ഡ്രസ്സ് മാറി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു.
ചടങ്ങ് എന്ന് പറയുന്നത് വീട്ടിൽ വന്ന് അകത്ത് വെച്ചു കൊടുക്കലാണ്. മരിച്ചവരെ മനസ്സിൽ കണ്ട് വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുളിച്ചു ശുദ്ധിയോടെ മരണപ്പെട്ടവർക്ക് എന്താണോ ഇഷ്ടവിഭവങ്ങൾ അവയൊക്കെ ഒരുക്കി ഒരു മുറിയിൽ തൂശനിലയിൽ വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മരണപ്പെട്ടവരിൽ ആണുങ്ങളും ഉണ്ടെങ്കിൽ മദ്യമോ കള്ളോ ഒക്കെ വിളമ്പാറുണ്ട്. നിലവിളക്ക് തെളിയിച്ച് എല്ലാം വിളമ്പിയതിന് ശേഷം മുറി അടച്ച് പുറത്തു പോകാം. അവർ വന്ന് സദ്യ കഴിച്ച് മടങ്ങും എന്നതാണ് വിശ്വാസം. ഈ വിളമ്പിയ ഭക്ഷണം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ചോറിൽ വെള്ളത്തിൻ്റെ അംശവും അവർക്ക് വിളമ്പിയ കറികൾക്കൊന്നും ടേസ്റ്റും ഉണ്ടാകാറില്ല. ഇങ്ങനെ ഉണ്ടാകുന്നത് മരണപ്പെട്ടവർ വന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണെന്നാണ് അമ്മൂമ്മയും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇന്ന് വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും മമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ. സാമ്പാറും തോരനും മീൻ പീര വറ്റിച്ചതും മീൻ വറുത്തതും പിന്നെ സ്പെഷ്യൽ പിടിയും പന്നി വരട്ടിയതും. ശേഷം ഈ ഭക്ഷണത്തിൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഓരോ പിടിയെങ്കിലും ഈ വിഭവങ്ങൾ എടുത്ത് കഴിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. എല്ലാ സ്ഥലങ്ങളിലും ചടങ്ങുകൾ ഒരുപോലെ ആകണമെന്നില്ല. ഓരോ ഏരിയകളിലും പല പല തരത്തിലുള്ള വിശ്വാസങ്ങളും ചടങ്ങുകളും ഒക്കെയാണ് കൊണ്ടാടാറുള്ളത്. ഞാൻ കുഞ്ഞുനാൾ മുതൽക്കേ കണ്ടുവന്നിട്ടുള്ളത് അമ്മയും അമ്മൂമ്മയും ഒക്കെ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ ദിവസം കൊണ്ടാടാറുള്ളത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയത്.